ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? വെൽക്കം ടു ലേറ്റസ്റ്റ് പി എസ് സി. അപ്പൊ എല്ലാവരും റൈറ്റ് ട്രാക്കിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നുണ്ടെന്ന് കരുതുന്നു. നമുക്കിനി മുന്നിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പം റൈറ്റ് ട്രാക്കിലാണ് എല്ലാവരും എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 45 ഡേയ്സിന്റെ വീക്ക് 1 ആണ് ഡിസ്കസ് ചെയ്തത്. വീക്ക് 2 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്, നിങ്ങൾ എല്ലാവരും തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. നമുക്ക് 2021 തൊട്ട് 2025 വരെ നടന്ന ടോട്ടൽ 13 ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ ഓരോ ടോപ്പിക്കിലെ വെയിറ്റേജ് എടുത്തിട്ട് അതിലെ ഹോട്ട് ടോപ്പിക്സ് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന്. ഇത് നമ്മൾ വേൾഡ് ജോഗ്രഫി, നിങ്ങൾക്കറിയാം കുറെ പേർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് ഈ വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ ഈ വേൾഡ് ജോഗ്രഫിയിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രഷർ ബെൽറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ട് ഏകദേശം 7 to 8ഓളം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്യാം, ടോപ്പിക്ക് പഠിച്ചെടുക്കാം. PYQ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇംഗ്ലീഷിലും പഠിക്കുന്നവരുണ്ടാവും, മലയാളത്തിലും പഠിക്കുന്നവരുണ്ടാവും. സോ 2 ക്വസ്റ്റ്യൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുള്ളതും. ഇത് 2021 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നോക്കിക്കേ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്ട് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ് എന്നാണ് ചോദ്യം. കാറ്റിന്റെ ദിശേനെയും അതുപോലെ തന്നെ ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? അപ്പൊ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസിനനുസരിച്ചിട്ട് നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ ഇപ്പൊ ചെയ്യണ്ട, ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാ, ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി പോവാണ്. ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ ഓൾറെഡി ഈ ടോപ്പിക് അറിയുന്നവർക്ക് ഇതൊരു റിവിഷൻ ആയിട്ട് എടുക്കുക, ആദ്യമായിട്ട് കേൾക്കുന്നവര് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. എന്താണ് അന്തരീക്ഷ മർദ്ദം എന്നറിയാമോ? അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയറിലെ, അന്തരീക്ഷത്തിലുള്ള വായു എന്ത് ചെയ്യണു, നമ്മുടെ എർത്തിന്റെ സർഫേസിൽ ചെലുത്തുന്ന ഭാരത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഉപകരണങ്ങൾ ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് നമ്മുടെ അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? മെർക്കുറി ബാരോമീറ്റർ, അതുപോലെ തന്നെ അനിറോയിഡ് ബാരോമീറ്റർ ആണ് നമ്മൾ ഇത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തെന്ന് വിളിക്കുന്നത്, നമ്മുടെ അതിന്റെ എക്യുപ്മെന്റ്സ് അഥവാ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. എന്താണ്? മിലി ബാർ ആണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകം അഥവാ നമ്മുടെ അതിന്റെ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മിലി ബാറും അതുപോലെ തന്നെ പാസ്കലും ഹെട്രോ പാസ്കലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണെന്നും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇത് പഠിച്ചു വെക്കുമ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. കാറ്റ് എന്താണെന്ന്. കാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എയറിന്റെ മൂവ്മെന്റ് ആണ് അല്ലെ. വായു സഞ്ചരിക്കുകയാണ്, വായു എന്ത് ചെയ്യുകയാണ്, മൂവ് ചെയ്യുകയാണ്. വായു എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണ് എന്ത് ചെയ്യുക, വായു മൂവ് ചെയ്യുക അല്ലെ. അപ്പം ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കുള്ള വായുവിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കാറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വിൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹൈ പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അന്തരീക്ഷത്തിൽ മർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്ന ഏരിയനെ നമ്മൾ ഹൈ പ്രഷർ ഏരിയ എന്നും കുറവ് അനുഭവപ്പെടുന്ന ഏരിയനെ നമ്മൾ ലോ പ്രഷർ ഏരിയ എന്നും വിളിക്കുന്നു. അപ്പൊ കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് പഠിച്ചു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അതിന്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു, എന്താണ് കാറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷത്തില് ഈ മർദ്ദം, അതായത് അന്തരീക്ഷത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാധനമാണ് ഈ മർദ്ദം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ മർദ്ദത്തിനെ സ്വാധീനിക്കുന്ന, അന്തരീക്ഷത്തിലെ മർദ്ദത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ പഠിക്കണം. നോക്കിക്കേ, അന്തരീക്ഷത്തിലെ താപം, നമ്മുടെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നതെന്ന് നോക്കിയാലോ. അതായത് ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ പ്രഷർ എന്തായിരിക്കും, അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് ടെമ്പറേച്ചറും മർദ്ദവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, ഇവരുടെ ബന്ധം എന്താണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, ഓപ്പോസിറ്റ് ബന്ധമാണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, വിപരീത അനുപാതമാണ്. ഒരാൾ കൂടുമ്പോൾ ഒരാൾ കുറയും, ഒരാൾ കുറയുമ്പോൾ ഒരാൾ കൂടും. അപ്പൊ ചൂട് കൂടുതലുള്ള സ്ഥലത്ത് എന്തായിരിക്കും അനുഭവപ്പെടുക, പ്രഷർ കുറവായിരിക്കും അനുഭവപ്പെടുക. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കുറയുന്നു.
ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് അനുഭവപ്പെടും? ലോ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുക. അപ്പൊ ടെമ്പറേച്ചർ കുറയുമ്പോഴോ ഹൈ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുക. അപ്പം അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? അന്തരീക്ഷത്തിലെ താപനില എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മുടെ ലാറ്റിറ്റ്യൂഡുകൾ എടുത്ത് നോക്കാം അല്ലെ? നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയിലെ വിവിധ ഉഷ്ണമേഖലകളുണ്ട്. അതിൽ നമ്മുടെ ഈ ഒരു മേഖല അല്ലെ, നമ്മുടെ ഭൂമധ്യരേഖയുടെ ഈ ഒരു മേഖല, ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ മേഖലയുടെ പ്രത്യേകത എന്താ? ഇവിടെ ഏത് പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഭൂമധ്യരേഖയുടെ ഇരുവശത്ത് എന്തായിരിക്കും കൂടുതൽ? ചൂട് കൂടുതലാണ് അല്ലെ? അവിടെ ചൂട് കൂടുതലായതുകൊണ്ട് ഈ മേഖല എന്തായിരിക്കും? അത് ലോ പ്രഷർ ആയിരിക്കും. അവിടെ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ആ രീതിയിലും കൂടി നിങ്ങൾ പഠിച്ചു പോവാ കേട്ടോ. ഓക്കെ, അപ്പൊ താപനില ടെമ്പറേച്ചർ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് ഉയരം. അതെ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഉയരവും അന്തരീക്ഷ മർദ്ദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. ഇതിനും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതായത് ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ, ഉയരം കൂടുമ്പോൾ പ്രഷറിന് എന്ത് സംഭവിക്കുന്നു? പ്രഷർ കുറയുന്നു. ഉയരം കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. ഉയരങ്ങളിലേക്ക് പോകും തോറും അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും? അവിടെ നമ്മുടെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ ഇതും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതമാണ്. അടുത്ത് നോക്കിക്കേ, അന്തരീക്ഷ വായുവിലെ ജലാംശം, അതിനെയാണ് നമ്മൾ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്നൊക്കെ വിളിക്കുന്നത് അല്ലെ? അപ്പൊ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത കൂടുമ്പം അന്തരീക്ഷ മർദ്ദത്തിന് എന്ത് സംഭവിക്കും? അന്തരീക്ഷ മർദ്ദം കുറയും. അപ്പൊ ഹ്യൂമിഡിറ്റിയും പ്രഷറും തമ്മിൽ, അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ബന്ധവും എന്ത് ബന്ധമാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഈ മൂന്നാളുകൾ, താപം, ഉയരം, ആർദ്രത, ഇവര് മൂന്ന് പേരും അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇവര് മൂന്ന് പേരും ഉള്ള അന്തരീക്ഷ മർദ്ദവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എന്ത് ബന്ധമാണ്? വിപരീത അനുപാതമാണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അത് കൃത്യമായിട്ടും പഠിച്ചു വെക്കാം. ആ റിലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഈ മൂന്ന് പേരുടെ റിലേഷൻഷിപ്പ് പഠിച്ചു വെക്കാം. ഈസിയാണ് അത് പഠിക്കാൻ. മൂന്ന് പേരും തമ്മിൽ എന്താണ്? ഓപ്പോസിറ്റ് ബന്ധമാണുള്ളത്. അതൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു സാധനമാണ് സമമർദ്ദ മേഖലകൾ സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാറുകൾ. നമ്മൾ ഐസോബാർ, അങ്ങനെ ഒരുപാട് ബാറുകൾ അല്ലെ, ഐസോതേംസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതരം രേഖകളെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാറുകൾ എന്ന് നോക്കിയാലോ? അതായത് ഓരോ പ്രദേശത്തെയും, അതായത് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള, ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടി വരയ്ക്കുന്ന, ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടി വരയ്ക്കുന്ന ഇമാജിനറി ലൈനുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു സാങ്കല്പിക രേഖകളാണ്. ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഐസോബാറുകൾ എന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്: കാറ്റിന്റെ ദിശയെയും വേഗതയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ അതിലോട്ടേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം കാറ്റിന്റെ ദിശേനെയാണെങ്കിലും കാറ്റിന്റെ വേഗതേനെയാണെങ്കിലും പല ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ പറഞ്ഞു, കാറ്റ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? പ്രഷർ, അതായത് നമ്മുടെ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കുള്ള വായുവിന്റെ ചലനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? നമ്മൾ കാറ്റ് എന്ന് വിളിച്ചത് അല്ലെ? അപ്പൊ ഇത്തരത്തില് അന്തരീക്ഷ മർദ്ദത്തിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ പല വിധത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട്. ഈ ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് എന്ത് ഉണ്ടാവുന്നത്? വായുവിന് ചലനം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ വായു ഇത്തരത്തില് ഇങ്ങനെ നോക്കിക്കേ, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് തിരശ്ചീനമായിട്ട് ചലിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കാറ്റ് എന്ന് വിളിക്കാം അല്ലെ? കാറ്റ് എന്ന് വിളിക്കാം. അപ്പൊ തിരശ്ചീനമായിട്ട് വായു എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക്, ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്കായിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ വായു സഞ്ചരിക്കുക, അല്ലെങ്കിൽ കാറ്റിന്റെ സഞ്ചാര പാത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ മൂന്ന് ബലങ്ങളാണ് കാറ്റിനെ സ്വാധീനിക്കുന്നത്. കാറ്റിന്റെ വേഗതയെയും അതുപോലെ തന്നെ കാറ്റിന്റെ ദിശേനെയും സ്വാധീനിക്കുന്ന, കാറ്റിന്റെ ഡയറക്ഷനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് മർദ്ദ ചെരുവുമാന ബലം, രണ്ട് ഘർഷണ ബലം, മൂന്ന് കോറിയോലിസിസ് ഫോഴ്സ്. ഓക്കെ, പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് കൊറിയോലിസിസ് ഫോഴ്സ്. ഈ മൂന്ന് ഫോഴ്സസ് ആണ് എന്തിനെ സ്വാധീനിക്കുന്നത്? കാറ്റിന്റെ സ്പീഡിനെയും കാറ്റിന്റെ ഡയറക്ഷനെയും സ്വാധീനിക്കുന്നത്. ഇത് കൂടാതെ ഒരു ബലവും കൂടി കാറ്റിനെ താഴേക്ക് വലിക്കുന്നുണ്ട്. അതാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്
മർദ്ദ ചെരുവുമാന ബലം അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്നാണ്. അതായത് ഞാൻ പറഞ്ഞു അന്തരീക്ഷത്തില് മർദ്ദത്തിന് വ്യത്യാസമുണ്ട് അല്ലെ. എല്ലാ പ്രദേശത്തും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ എല്ലാ ഭാഗത്തും മർദ്ദം ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല. മർദ്ദത്തിന് എന്ത് സംഭവിക്കാറുണ്ട്? വ്യതിയാനം സംഭവിക്കാറുണ്ട് അല്ലെ. അപ്പം ഈ അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനം, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലെ വ്യതിയാനം കാരണം, ചേഞ്ചസ് കാരണം രൂപക്കൊള്ളുന്ന ബലത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മർദ്ദ ചെരുവുമാന ബലം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ദൂരം, ഡിസ്റ്റൻസിനനുസൃതമായിട്ട് ഉണ്ടാകുന്ന ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിന്റെ നിരക്കിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്. പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ മർദ്ദ ചെരുവുമാന ബലം എന്ന് വിളിക്കാം. അപ്പൊ ദൂരത്തിനനുസരിച്ചിട്ട് അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ടേക്ക് എത്തുമ്പോൾ മർദ്ദത്തിന്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എന്തുണ്ടാകാറുണ്ട്? അതിന് ചേഞ്ചസ്, മർദ്ദത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്, ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. ഈ ചേഞ്ചസിന്റെ റേറ്റിന്, ഈ ചേഞ്ചസിന്റെ നിരക്കിനെയാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. നമ്മൾ നേരത്തെ ഐസോബാറുകളെ പറ്റി പറഞ്ഞില്ലേ? ഐസോബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? തുല്യ അന്തരീക്ഷ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടി, അല്ലെ, ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഈ രണ്ട് സ്ഥലത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ തുല്യമായിട്ടുള്ള മർദ്ദമേഖലയാണ്. അപ്പൊ ഈ തുല്യമായിട്ടുള്ള മർദ്ദമേഖലകളെ തമ്മിൽ കൂട്ടി വരയ്ക്കുന്ന മേഖലയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കൂട്ടി വരയ്ക്കുന്ന രേഖയെ നമുക്ക് ഐസോബാറുകൾ എന്ന് വിളിക്കാം. അപ്പൊ ഈ ഐസോബാറുകള് ഇങ്ങനെ അടുത്തടുത്തായിട്ടാണ് ഐസോബാറുകൾ കാണുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഐസോബാറുകൾ കാണുന്ന സ്ഥലങ്ങളിൽ എന്ത് കൂടുതലായിരിക്കും? പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് കൂടുതലായിരിക്കും. കൃത്യമായും പഠിച്ചു വെക്കണം കേട്ടോ. പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ മർദ്ദ ചെരുവുമാന ബലം കൂടുതൽ എവിടെയായിരിക്കും? ഐസോബാറുകൾ അടുത്തടുത്തായിട്ട് ഐസോബാറുകൾ അടുത്തടുത്തായിട്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ എന്ത് കൂടുതലായിരിക്കും? പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് കൂടുതലായിരിക്കും. എന്നാൽ ഈ ഐസോബാറുകൾ അകന്നാണ് ഇരിക്കുന്നതെന്ന് കരുതുക. ഐസോബാറുകൾ അകന്നാണ് ഇരിക്കുന്നതെന്ന് കരുതുക. ഐസോബാറുകൾ അകന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ അടുത്തിരിക്കുമ്പോൾ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് കൂടുതലും, അകന്നാണ് ഇരിക്കുന്നതെങ്കിൽ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് കുറവുമായിരിക്കും. അപ്പൊ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഈ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് കൂടുതലുള്ള ഭാഗങ്ങളിലായിരിക്കും കാറ്റിന് എന്ത് കൂടുതൽ ഉണ്ടാവുക? വേഗത കൂടുതൽ ഉണ്ടാവുക. അതും കൂടി പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് കൂടുമ്പോ കാറ്റിന് എന്ത് സംഭവിക്കും? വിൻഡിന് സ്പീഡ് എന്ത് ചെയ്യും? സ്പീഡ് കൂടും. അപ്പം പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ മർദ്ദ ചെരുവുമാന ബലം കൂടിയ പ്രദേശങ്ങളിലായിരിക്കും എന്തുണ്ടാവുക? വിൻഡിന് സ്പീഡ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഐസോബാറുകൾ അടുത്തടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ കാറ്റിന് സ്പീഡ് കൂടുതലാണോ കുറവാണോ എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കും? ഐസോബാറുകൾ അടുത്തടുത്തായിട്ടിരിക്കുമ്പോൾ അവിടെ എന്ത് കൂടുതലാണെന്ന് നമ്മൾ പഠിച്ച പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് അവിടെ കൂടുതലാണ്. പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ അവിടെ വിൻഡിന്റെ സ്പീഡ് എന്തായിരിക്കും? വിൻഡിന് സ്പീഡ് ഉണ്ടാകും. അപ്പൊ ഐസോബാറുകൾ അടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വിൻഡിന് സ്പീഡ് ഉണ്ടാവുമെന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സ്റ്റേറ്റ്മെന്റ് ആ ഒരു രീതിയിൽ വന്നാൽ നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ഫോഴ്സ് പഠിക്കാം. കാറ്റിന്റെ ഡയറക്ഷനെയും അതുപോലെ തന്നെ കാറ്റിന്റെ സ്പീഡിനെയും ഒക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമ്മൾ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ മർദ്ദ ചെരുവുമാന ബലത്തിനെ പഠിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണ ബലം എന്ന് പറയുന്നത്. അപ്പം ഘർഷണ ബലം എന്താണെന്ന് നോക്കിയാലോ? നോക്കിക്കേ, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണ ബലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഘർഷണം ഉണ്ടാവുക എന്നൊക്കെ വെച്ചാൽ എന്താ? ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, രണ്ട് റോഡുകൾ നമുക്ക് എടുക്കാം. രണ്ട് റോഡുകൾ നമുക്ക് എടുക്കാം. റോഡ് 1, റോഡ് 2. ഈ ഒരു റോഡ് 1ന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ റോഡിന്റെ സൈഡിലൊക്കെ ആയിട്ട് മരങ്ങളുണ്ട്, ഇവിടെ എന്തൊക്കെയോ ബിൽഡിങ്സ്, കല്ലുകള്. ഈ റോഡിൽ കുറെ കല്ലുകളുണ്ട്, സൈഡിൽ മരങ്ങളുണ്ട്, ഇതിന്റെ സൈഡിൽ കൂടി കുറെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്, കുറെ വാഹനങ്ങളുണ്ട്. അപ്പൊ ഒരു കാറ് ഇതിലിങ്ങനെ പോവാണ്. ഒരു വണ്ടി ഇതിലിങ്ങനെ പോവാണ്. ഈ വണ്ടി ഇതിലിങ്ങനെ പോകുമ്പോൾ
ഈ റോട്ടിൽ കൂടി ഈ വണ്ടിക്ക് പോകുന്ന സ്പീഡിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. ഈ വണ്ടിക്ക് ഒരുപാട് ഓവർ സ്പീഡിൽ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുമോ? സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ കല്ലുകളും മരങ്ങളും ബിൽഡിങ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വണ്ടി പതിയെ ഇതിലൊക്കെ തട്ടാണ്ടൊക്കെ പതിയെ പതിയെ ആയിരിക്കും അതിന് പോകാൻ വേണ്ടി സാധിക്കുക. ഇനി റോഡ് 2ന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ റോഡ് 2-ല് പ്ലെയിൻ ആണ്. റോഡ് മാത്രമേ ഉള്ളൂ, നല്ല ടാറിട്ട നല്ല ഭംഗിയുള്ള റോഡ്. ആ റോഡില് പ്രത്യേകിച്ച് ഫ്രിക്ഷൻസ് ഒന്നുമില്ല, തടസ്സങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു റോഡ്. ഇങ്ങനെ ഒരു റോട്ടിൽ കൂടിയാണ് നമ്മുടെ വണ്ടി പോകുന്നതെങ്കിൽ വണ്ടിക്ക് സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നല്ല സ്പീഡിൽ പോകാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ ഇതിനെ തന്നെയാണ് നമുക്ക് കാറ്റിന്റെ കാര്യത്തിലുള്ള ഫ്രിക്ഷൻ എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ എർത്തിന്റെ സർഫേസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. എർത്തിന്റെ സർഫേസിൽ മരങ്ങൾ, ബിൽഡിങ്സ്, കെട്ടിടങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, അങ്ങനെ പല പല കാരണങ്ങൾ ഉണ്ടാകാം. പല സാധനങ്ങൾ, കോണ്ടിനൻസ്, പല കാരണങ്ങളുണ്ട് അല്ലെ. അപ്പം ഇത്തരത്തില് എർത്തിന്റെ സർഫേസിൽ കൂടി കാറ്റ് സഞ്ചരിക്കുമ്പം കാറ്റിന് സ്പീഡ് കുറയും. നമുക്കറിയാം നമ്മുടെ എർത്തിനെ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് 2 സ്ഫിയറുകളാണല്ലേ, 2 അർദ്ധഗോളങ്ങളാണുള്ളത്. ഒന്ന് നോർത്തേൺ ഹെമിസ്ഫിയറും ഒന്ന് സദേൺ ഹെമിസ്ഫിയറും. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ പ്രത്യേകത എന്താ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതലും എന്താണുള്ളത്? കോണ്ടിനൻസ് ആണുള്ളത് അല്ലെ. കോണ്ടിനൻസ് കൂടുതലുള്ളത്, വൻകരകൾ കൂടുതലുള്ളത് എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. സദേൺ ഹെമിസ്ഫിയറിന്റെ പ്രത്യേകത എന്താ? സദേൺ ഹെമിസ്ഫിയറിൽ കോണ്ടിനൻസ് കുറവാണ്, അവിടെ കൂടുതലും ഉള്ളത് എന്താണ്? ഓഷ്യൻസ് ആണ്. ഓഷ്യൻസിന്റെ പ്രത്യേകത എന്താ? ഓഷ്യൻസ് നിരന്നാണ് അല്ലെ, ഇങ്ങനെ ഷാർപ്പായിട്ട് എന്താ പറയാ, ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അല്ലെ. പ്രത്യേകിച്ച് ഫ്രിക്ഷൻസ്, തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് പരന്ന് കിടക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടി പോകുന്ന കാറ്റിനായിരിക്കുമോ സ്പീഡ് കൂടുതൽ? സദേൺ ഹെമിസ്ഫിയറിൽ കൂടി പോകുന്ന കാറ്റിനായിരിക്കുമോ സ്പീഡ് കൂടുതൽ? യെസ്, സ്പീഡ് കൂടുതൽ ആർക്കായിരിക്കും? നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ കൂടി പോകുന്ന കാറ്റിനായിരിക്കും സ്പീഡ് കൂടുതൽ. കാരണം എന്താണ്? സദേൺ ഹെമിസ്ഫിയറിൽ കോണ്ടിനൻസ്, വൻകരകൾ കുറവാണ്, സമുദ്രങ്ങളാണ്. സമുദ്രങ്ങൾ ഇങ്ങനെ നിരപ്പായിട്ട് പരന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാറ്റിന് വേഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നിരപ്പായ ഭൂപ്രദേശങ്ങളിൽ കൂടിയും സമുദ്രത്തിന്റെ സർഫേസ്, ഓഷ്യൻ സർഫേസിൽ കൂടിയൊക്കെ ആയിരിക്കും കാറ്റിന് സ്പീഡിൽ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുക. അത്തരത്തിലുള്ള സമുദ്രോപരിതലം ഓഷ്യൻ സർഫേസ്, നിരപ്പായ ഭൂപ്രദേശങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ എന്ത് കുറവാണ്? ഫ്രിക്ഷൻ കുറവാണ്, ഘർഷണം കുറവാണ്. സോ കാറ്റിന് സ്പീഡിൽ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ അതേ സമയം നമ്മുടെ ഒരുപാട് കുന്നുകള്, മലകള്, അതുപോലെ തന്നെ കുറെ ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഏരിയാസ്, അങ്ങനെ മനുഷ്യനിർമ്മിതികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഫ്രിക്ഷൻ എന്താണ്? ഘർഷണ ബലം എന്താണ്? കൂടുതലാണ് അല്ലെ. അങ്ങനെ ഘർഷണം അവിടെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും? കാറ്റിന് സ്പീഡ് കുറവായിരിക്കും, അത്ര സ്പീഡിൽ പോകാൻ വേണ്ടി സാധിക്കില്ല. സോ ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇതെങ്ങനെയാണ് കാറ്റിനെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഫോഴ്സ് നോക്കാം. കോറിയോലിസിസ് ഫോഴ്സ്. കോറിയോലിസിസ് ഫോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭൂമിയുടെ റൊട്ടേഷൻ. ഭൂമിക്ക് 2 രീതിയിലുള്ള ചലനങ്ങളാണുള്ളത് അല്ലെ. ഏതൊക്കെ ചലനങ്ങളാണ്? റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. എന്താണ് റൊട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ സ്വന്തം അച്ചുതണ്ടില് കറങ്ങുന്നതിനെ നമുക്ക് റൊട്ടേഷൻ എന്ന് വിളിക്കാം. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെ നമുക്ക് റെവല്യൂഷൻ എന്ന് വിളിക്കാം. ഭ്രമണവും പരിക്രമണവും അല്ലെ. അപ്പം ഭൂമിയുടെ സ്വന്തം അച്ചുതണ്ടില് കറങ്ങുന്നതിനെ നമ്മൾ ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നു. ഈ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന, ഭൂമിയുടെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ബലമാണ് കൊറിയോലിസിസ് ബലം അല്ലെങ്കിൽ കൊറിയോലിസിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ കൊറിയോലിസിസ് ഫോഴ്സ് എന്തിനെ സ്വാധീനിക്കുന്നു? കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്നു. കാറ്റിന്റെ ഡയറക്ഷനെ സ്വാധീനിക്കുന്ന ഒരു ബലമാണ് കൊറിയോലിസിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കൊറിയോലിസിസ് ഫോഴ്സിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് 1844 ഒരു ഫ്രഞ്ച് ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞനായിട്ടുള്ള നമ്മുടെ ഗാസ്പാർഡ് അപ്പം ഈ കൊറിയോലിസിസ് ഫോഴ്സിനെ പറ്റിയിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ളത് 1844 മനസ്സിലാക്കി വെക്കുക. അപ്പം അതൊന്നും നിങ്ങൾ അങ്ങനെ പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. കൊറിയോലിസിസ് ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതായത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു തരം ഗെയിംസ് കളിച്ചിട്ടുണ്ടാവും. നമ്മൾ സ്കൂളിൽ
പാർക്കുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു റൗണ്ടിലുള്ള ഒരു സാധനം. കാണിച്ചു തരാം ഞാൻ. ഒരു ഒരു റൗണ്ടിലുള്ള ഒരു സാധനം. ഇവിടേക്ക് ഇങ്ങനെ സീറ്റ് ഉണ്ട്, അവിടെയൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ ഈ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് സീറ്റ് ഉണ്ടാവും. ഈ രണ്ട് സീറ്റിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ റൗണ്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഈ വളയം ഈ ഒരു റൗണ്ടിന് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇങ്ങനെ കറക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇരിക്കും, കുട്ടികൾ ഇതിനകത്ത് ഇരിക്കും. എന്നിട്ട് നമ്മൾ ഈ സാധനം ഇങ്ങനെ കറക്കി വിടും. ഇങ്ങനെ കറക്കി വിടുന്ന സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ദാ ഇവിടെ ഒരു കുട്ടി ഇരിക്കുന്നു, ഇവിടെ രണ്ടാമത്തെ കുട്ടി ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു പന്ത്, ഓക്കെ, ഒരു പന്ത് ഇങ്ങോട്ടേക്ക് എറിയുന്നു. ഇവിടെ ഇരിക്കുന്ന കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു പന്ത് അപ്പുറത്തെ കുട്ടിയുടെ കയ്യിലോട്ടേക്ക് എറിയുന്നു. ഓക്കെ, ഇങ്ങനെ എറിയുന്ന സമയങ്ങളിൽ ഈ റൗണ്ട് സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. കളിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ടും ഈ ഒരു കൊറിയോലിസിസ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞു, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കൊടുക്കുന്ന ഒരു ബലത്തിനെയാണ് നമ്മൾ കൊറിയോലിസിസ് ബലം അല്ലെങ്കിൽ കൊറിയോലിസിസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ ഭ്രമണം അല്ലെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയങ്ങളില് നമ്മൾ ഒരു ഭാഗത്തു നിന്ന് ഒരു സാധനം എറിയുകയാണെങ്കിൽ, അപ്പൊ ഞാനിതിപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് എറിയുന്നതെങ്കിൽ, ഓക്കെ, ഞാനൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ടേക്കാണ് എറിയുന്നതെങ്കിൽ എന്റെ ആ കറക്കം, ഓക്കെ, ഞാൻ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം, ഇങ്ങനെ കറങ്ങുന്നത് കാരണം ഇങ്ങോട്ടേക്ക് എറിയുന്ന സാധനം എങ്ങോട്ടേക്ക് പോകും? ഇങ്ങോട്ടേക്ക് പോകേണ്ട സാധനം ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, ഇങ്ങോട്ടേക്ക് പോകേണ്ട സാധനത്തിന്റെ ദിശ മാറിയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇനി അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരേണ്ട സാധനം ഇങ്ങോട്ടേക്ക് മാറുന്നു. അതായത് നമ്മുടെ ഈ ഒരു റൊട്ടേഷൻ ഇങ്ങനെ നടക്കുന്ന സമയം, അതായത് നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ്. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഭൂമിക്ക് രണ്ട് അർദ്ധഗോളങ്ങളുണ്ട്. ഭൂമി ഇങ്ങനെ കറങ്ങുന്ന സമയങ്ങളിൽ ഉത്തരാർദ്ധഗോളം, ഇതാണ് ഉത്തരാർദ്ധഗോളം, താഴത്തത് ദക്ഷിണാർദ്ധഗോളം. അപ്പൊ ഈ ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് ഇപ്പൊ ഒരു സാധനം ഇങ്ങോട്ടേക്ക് എറിയുകയാണെങ്കിൽ, ഓക്കെ, ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് ഒരു സാധനം എറിയുകയാണെങ്കിൽ അതിന്റെ സഞ്ചാര ദിശയ്ക്ക് റൈറ്റ് സൈഡിലേക്ക്, ഓക്കെ, റൈറ്റ് സൈഡിലേക്കായിരിക്കും പോവുക. ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നാണ് എറിയുന്നതെങ്കിൽ അത് പോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക്, ഇടത് സൈഡിലേക്കായിരിക്കും. അപ്പം ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് മൂലം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉത്തരാർദ്ധഗോളത്തില് കാറ്റ് എങ്ങോട്ടേക്ക് സഞ്ചരിക്കും? ഇടത്തോട്ടേക്ക് വീശേണ്ട കാറ്റ് എങ്ങോട്ടേക്ക് വ്യതിചലിക്കും? വലത്തോട്ടേക്ക് വ്യതിചലിക്കും. ദക്ഷിണാർദ്ധഗോളത്തില് വലത്തേക്ക് വ്യതിചലിക്കേണ്ട കാറ്റ് എങ്ങോട്ടേക്ക് വ്യതിചലിക്കും? ഇടത്തേക്ക് വ്യതിചലിക്കും. അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അത് എന്തുകൊണ്ടാണ് ഈ ഒരു ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടാകുന്നത്? കൊറിയോലിസിസ് ഫോഴ്സ് കാരണമാണ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ, ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും ഡയറക്ഷൻ? കാറ്റിന്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്കായിരിക്കും. ഓക്കെ, കാറ്റിന്റെ സഞ്ചാര ദിശ, കാറ്റ് എങ്ങോട്ടേക്കാണോ സഞ്ചരിക്കുന്നത് അതിന്റെ റൈറ്റ് സൈഡിലേക്കായിരിക്കും ഉത്തരാർദ്ധഗോളത്തിൽ പോവുക. ദക്ഷിണാർദ്ധഗോളത്തിലേക്കാണെങ്കിൽ കാറ്റ് എങ്ങോട്ടേക്ക് സഞ്ചരിക്കും? ലെഫ്റ്റ് സൈഡിലേക്ക് സഞ്ചരിക്കും. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് പഠിച്ചാലേ നമുക്ക് ബാക്കി കാറ്റുകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ ഇതാണ് കൊറിയോലിസിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കൊറിയോലിസിസ് ഫോഴ്സ് കാരണം ഈ ഒരു ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഈ ഒരു കാറ്റിന് ഷിഫ്റ്റ് ഉണ്ടാകും എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിനെ വിളിക്കുന്ന പേരാണ് ഫെറൽസ് ലോ അല്ലെങ്കിൽ ഫെറൽ നിയമം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ കാറ്റിന്റെ സ്പീഡ് കൂടുമ്പോൾ ഈ ഒരു ഡയറക്ഷൻ ചേഞ്ചും എന്ത് ചെയ്യും? കൂടുതലായിരിക്കും കേട്ടോ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന്റെ അളവും കൂടുതലായിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു കൊറിയോലിസിസ് പ്രഭാവം അല്ലെങ്കിൽ ഈ ഒരു കൊറിയോലിസിസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് അനുഭവപ്പെടില്ല, ഒരു സ്ഥലത്ത് അത് 0 ആയിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. റിപ്പീറ്റഡ് ചോദ്യമാണ്. നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇക്വറ്റോറിയൽ റീജിയണൽ, ഓക്കെ, ഇക്വറ്റോറിയൽ റീജിയണില് എന്ത് 0 ആണ്? കൊറിയോലിസിസ് ഫോഴ്സ് 0 ആണ്. എന്നാൽ ധ്രുവങ്ങളിൽ, പോൾസിൽ എന്ത് കൂടുതലാണ്? കൊറിയോലിസിസ് ഫോഴ്സ് കൂടുതലാണ്. അപ്പൊ ധ്രുവങ്ങളിൽ നിന്നും ഇക്വറ്റോറിയലിലേക്ക് വരും തോറും, ധ്രുവങ്ങളിൽ നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വരും തോറും കൊറിയോലിസിസ് ബലം കുറയുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഒന്നും കൂടി ശ്രദ്ധിക്കുക. ധ്രുവങ്ങളിൽ നിന്നും ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് വരും തോറും കൊറിയോലിസിസ് ഫോഴ്സ് കുറയുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഇനി ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും, അതായത് ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്നും പോൾസിലേക്ക് പോകുമ്പോൾ, ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൊറിയോലിസിസ് ബലം
കൂടുന്നു എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. ഇക്വറ്റോറിയലിൽ അത് 0 ആണ്, പോൾസിലാണത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതെന്ന് കൂടി മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ നേരത്തെ പഠിച്ച പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് ഉണ്ടല്ലോ, മർദ്ദ ചെരുവുമാന ബലത്തിന്റെ ലംബമായിട്ടായിരിക്കും കോറിയോലിസിസ് ഫോഴ്സ് അനുഭവപ്പെടുന്നതെന്നും കൂടി പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു 3 ബലങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു. ഒന്നുകൂടി പോവാ ചോദ്യത്തിലേക്ക്. നോക്കിയേ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്ട് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്സ് എന്നുള്ളതായിരുന്നു അല്ലെ. കാറ്റിന്റെ ദിശേനെയും ഗതിനെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ഈസി അല്ലേ? നോക്കിക്കേ, പ്രഷർ ഗ്രേഡിയൻസ് അല്ലെ, അടുത്തത് കൊറിയോലിസിസ് എഫക്ട്, അതുപോലെ തന്നെ ഫ്രിക്ഷൻ. ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻസർ കിട്ടിയവർ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രഷർ ബെൽറ്റ് എന്ന സെക്ഷനിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ, ഇവിടെ മാച്ച് ദ ഫോളോവിംഗ് ആണ്. നോക്കിക്കേ, ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അല്ലെങ്കിൽ ITCZ, വെസ്റ്റലീസ് അഥവാ നമ്മുടെ പശ്ചിമവാദങ്ങൾ, സബ് ട്രോപ്പിക്കൽ ഹൈ അഥവാ ഉയർന്ന ഉപോഷ്ണ മേഖല, സബ് പോളാർ ലോ താഴ്ന്ന ഉപദ്രവം. ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ മാച്ച് ദ ഫോളോവിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. അപ്പൊ നമുക്ക് മാച്ച് ദ ഫോളോവിംഗ് ലാസ്റ്റ് ചെയ്യാം. ഇതിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യം എങ്ങനെയാണ് വന്നത്, ഈ ചോദ്യത്തിന്റെ ഫാക്ടുകൾ നമുക്ക് പഠിക്കാം. ദെൻ നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പം നമ്മളിപ്പോ എന്താണ് പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് പഠിച്ചു, വിൻഡ് എന്താണെന്ന് പഠിച്ചു, വിൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ ഈ പ്രഷർ പഠിക്കുമ്പോൾ നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ പഠിച്ചു വെക്കണം. അതായത് ആഗോളതലത്തിലെ വിവിധ മർദ്ദ മേഖലകളുണ്ട്, അതിനെപ്പറ്റി പഠിക്കണം. ഞാൻ പറഞ്ഞു കാറ്റിന്റെ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങളെ പറ്റി, താപം, ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ ഉയരം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഇതൊക്കെയാണ് മർദ്ദത്തിനെ സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പം ഇനി നമ്മൾ പഠിച്ച സമയത്ത് നമുക്കറിയാം, ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയില് വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിലാണ് വിവിധ തോതിലാണ് പ്രഷർ അനുഭവപ്പെടുന്നത്. എല്ലായിടത്തും ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ അനുഭവപ്പെടുന്നത്? അല്ല, എല്ലായിടത്തും വിവിധ രീതിയിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം വിവിധ പ്രഷർ ബെൽറ്റുകൾ ഏതൊക്കെ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും എത്ര പ്രഷർ ബെൽറ്റുകളാണ് ഉള്ളതെന്നറിയോ? 7 എണ്ണമാണ് ഉള്ളത്. ഒരെണ്ണം കോമൺ ആയിട്ടും പിന്നെ ബാക്കി 3 എണ്ണം സെറ്റ് ആയിട്ടുമാണ് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേതാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അതായത് അവിടെ അനുഭവപ്പെടുന്നത് ന്യൂനമർദ്ദമാണ് അല്ലെ, ലോ പ്രഷർ ആണ്. അത് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മുടെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമധ്യരേഖയുടെ ഈ ഒരു നമ്മുടെ ഇക്വേറ്ററിന്റെ ഭാഗത്തുള്ള ഈ ഒരു ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് അവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെട്ടത്? ലോ പ്രഷർ എന്തുകൊണ്ട് അവിടെ അനുഭവപ്പെട്ടു? നമുക്കറിയാം, ഇവിടെ സൺ എന്ത് ചെയ്യുന്നു? വെർട്ടിക്കലി ഓവർഹെഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സൂര്യരശ്മികൾ ഇവിടെ ലംബമായിട്ട് പതിക്കുന്നുണ്ട്. സൂര്യരശ്മികൾ അവിടെ ലംബമായിട്ട് പതിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അനുഭവപ്പെടുന്ന ടെമ്പറേച്ചർ എങ്ങനെയാണ്? ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലാണല്ലേ. താപം കൂടുമ്പം പ്രഷറിന് എന്ത് സംഭവിക്കുന്ന ഞാൻ പറഞ്ഞേ, താപവും പ്രഷറും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്ത് തരത്തിലുള്ള ബന്ധം അവർ തമ്മിൽ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, വിപരീത ബന്ധമാണ് അല്ലെ. അപ്പൊ താപം കൂടുമ്പോ അവിടെ എന്ത് സംഭവിക്കണം? പ്രഷർ കുറയണം. സോ താപം കൂടിയപ്പോ പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറയാന്ന് വെച്ചാൽ എന്താണ്? പ്രഷർ കുറയാന്ന് വെച്ചാൽ എന്ത് തരം പ്രഷറാ? പ്രഷർ കുറയുന്നതിനെ നമ്മൾ എന്തെന്നാ വിളിക്കണേ? ലോ പ്രഷർ അല്ലെങ്കിൽ ന്യൂനമർദ്ദം എന്നാണ് വിളിക്കുന്നത്. സോ ഇവിടെ എന്ത് മർദ്ദമായിരിക്കും അനുഭവപ്പെടുക? ലോ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുക, ന്യൂനമർദ്ദമായിരിക്കും അനുഭവപ്പെടുക. സോ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് നോക്കണേ നിങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞു ചൂട് കൂടുതലാണ്. ചൂട് കൂടുമ്പം അവിടെ വായുവിന് എന്താ സംഭവിക്കുക? നിങ്ങളൊന്ന് ഓർത്ത് വെക്കിയേ. ഇവിടെ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ചൂട് ഭയങ്കര കൂടുതലാണ്. ചൂട് ഭയങ്കര കൂടുമ്പം ഇവിടുത്തെ വായുവിന് എന്ത് സംഭവിക്കും? ഈ വായു ചൂടാകും അല്ലെ. ചൂട് കൂടുതലുള്ള സ്ഥലത്തെ വായു സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? വായുവിന് ചൂട് പിടിക്കും. വായു ചൂടാകുമ്പോ എന്ത് സംഭവിക്കും? വായു വികസിക്കും. ഓക്കെ, വായു വികസിക്കും. ഇങ്ങനെ വികസിക്കുന്ന വായു എന്താകണു? വികസിച്ച വായു മുകളിലേക്ക് ഉയരും. ഓക്കെ, ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പം, സാന്ദ്രത കുറയുമ്പോ ടെൻഡൻസി ടു റൈസ് ആണോ ടെൻഡൻസി ടു സിങ്ക് ആണോ? ഒരു സാധനത്തിന് ഡെൻസിറ്റി കുറയുമ്പോൾ
അത് എന്ത് ചെയ്യും? അത് ഉയരും. സോ ഇവിടെ ചൂട് പിടിച്ച് വായു എന്ത് ചെയ്യണു? വായു വികസിക്കുന്നു. വായു വികസിച്ച വായു എന്ത് ചെയ്യണു? ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നു. കൺവെക്ഷൻ സംഭവിക്കണു. ഇങ്ങനെ അതായത് ചൂട് പിടിച്ച വായു മുകളിലോട്ട് ഉയരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ കൺവെക്ഷൻ സംഭവിക്കുന്നു. സൂര്യരശ്മികൾ ലംബമായിട്ട് അല്ലെ മുകളിലോട്ടേക്ക് പോകുന്നു അല്ലെ. സോ ഇത്തരത്തില് എന്ത് ചെയ്യുന്നു? വായു ചൂട് പിടിച്ച് മുകളിലോട്ടേക്ക് ഉയരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ മുകളിലോട്ടേക്ക് ഉയരുന്ന വായു അതായത് ഇത്തരത്തില് ഈ ഒരു ഏരിയ ചൂട് പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഏരിയയിൽ എപ്പോഴും എന്തായിരിക്കും അനുഭവപ്പെടുക? വർഷം മുഴുവൻ എന്തായിരിക്കും അനുഭവം? ഈ ഒരു മേഖലയിൽ എപ്പോഴും എന്തനുഭവപ്പെടും? നല്ല ചൂട് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഇവിടെ എന്ത് പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുക? ലോ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുക. അപ്പൊ ഇതാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ എത്ര ഡിഗ്രി തൊട്ടിട്ട് എത്ര ഡിഗ്രി വരെയാണ്? 5 ഡിഗ്രി നോർത്ത് ടു സൗത്തിലാണ്. 5 ഡിഗ്രി നോർത്ത് ടു സൗത്ത് അക്ഷാംശങ്ങൾക്കിടയിലാണ് ആര് കിടക്കുന്നത്? നമ്മുടെ ഈ ഒരു ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല കിടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പഠിച്ചു ഇവിടെ വായു ചൂട് പിടിച്ച് ലംബ ദിശയിലാണ് വായുപ്രവാഹം ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചേ, കാറ്റ് എങ്ങനെയാ വീശുന്നത്? കാറ്റിന്റെ ഒരു വായു പ്രവാഹം അല്ലെങ്കിൽ കാറ്റിന്റെ ചലനം എന്ന് പറയുന്നത് ലംബമാണോ തിരശ്ചീനമാണോ? നേരത്തെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. കാറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാ സഞ്ചരിക്കുന്നേ? തിരശ്ചീനമായിട്ടാ സഞ്ചരിക്കുന്നത്. ന്യൂനമർദ്ദമായിട്ടുള്ള നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷറില് വായു എങ്ങനെയാ സഞ്ചരിച്ചേ? ലംബമായിട്ടാണ് സഞ്ചരിച്ചത്. മുകളിലോട്ടേക്കാണല്ലേ? വെർട്ടിക്കൽ ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. സോ ഇവിടെ എന്തില്ല? കാറ്റില്ല. കാറ്റുണ്ടാവണമെങ്കിൽ എങ്ങനെ സഞ്ചരിക്കണടാ? കാറ്റുണ്ടാവണമെങ്കിൽ തിരശ്ചീനമായിട്ടല്ലേ സഞ്ചരിക്കേണ്ടത്. ഇവിടെ കാറ്റ് എങ്ങനെയാ? ഇവിടെ വായു എങ്ങനെയാ സഞ്ചരിച്ചേ? മുകളിലേക്ക് ലംബമായിട്ടല്ലേ സഞ്ചരിച്ചത്. അപ്പൊ ഇവിടെ കാറ്റുണ്ടാവോ? ഇവിടെ കാറ്റില്ല. അതുകൊണ്ട് ഇവിടെ കാറ്റ് വീശുന്നില്ല. കാറ്റ് വീശാത്തത് കൊണ്ട് തന്നെ വളരെ കാമായിട്ട് കിടക്കുന്ന ഏരിയ ആണ് നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏരിയനെ വിളിക്കുന്ന പേരാണ് ഡോൾഡ്രമുകൾ അഥവാ നിർവാത മേഖല. അപ്പൊ എന്താണ് നിർവാത മേഖല? എന്താണ് ഡോൾഡ്രംസ് എന്ന് മനസ്സിലായോ? ഡോൾഡ്രംസ് എന്ന് വെച്ചാലും നിർവാത മേഖല എന്ന് വെച്ചാലും ഒന്നാണ്. ഇവിടെ കാറ്റ് വീശത്തില്ല. കാറ്റ് വീശാത്തതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഈ ഒരു ഏരിയയിലൊക്കെ പണ്ട് ഈ പായ്ക്കപ്പലുകളിലൊക്കെ യാത്ര ചെയ്തിരുന്ന ട്രാവലേഴ്സ് ഒക്കെ വളരെ പേടിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. അതെന്തുകൊണ്ടാ? പായ്ക്കപ്പൽ നീങ്ങണമെങ്കിൽ കാറ്റ് വേണം. ഇവിടെ എന്തില്ല? കാറ്റില്ല. അതുകൊണ്ട് പണ്ടത്തെ ട്രാവലേഴ്സ് ഒക്കെ വളരെ ഭയത്തോടെ നോക്കിക്കണ്ടിരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഒരു ഇക്വറ്റോറിയൽ ലോ പ്രഷർ അഥവാ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്ത മർദ്ദമേഖല പഠിക്കാൻ വേണ്ടി പോവാണ്. അതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ. ഇനി നമ്മൾ പഠിക്കുന്നതിനൊക്കെ 2 സെറ്റുകളുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചത് ഒരു നമ്മുടെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് ഈ ഒരു സാധനം മാത്രമാണ്. ഓക്കെ, ഇതിന് മാത്രമാണ് നമ്മൾ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന ഓരോ മേഖലകളും 2 എണ്ണം വെച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരെണ്ണം ഒരു സെറ്റും ബാക്കി 3 എണ്ണം 2 സെറ്റും വെച്ച്. അങ്ങനെ ടോട്ടൽ നമുക്ക് 7 സെറ്റുകളാണ് ഉള്ളതെന്നാണ് ഞാൻ പഠിച്ചത്. ഇനി നമ്മൾ ഉപോഷ്ണ, ഇപ്പൊ നമ്മൾ ഉഷ്ണമേഖല പഠിച്ചില്ലേ. ഇനി അതിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന നമ്മുടെ മേഖലകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഉപോഷ്ണ മേഖല എന്ന് വിളിക്കാം അല്ലെ. ഉപോഷ്ണ മേഖല എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് ഉപോഷ്ണ മേഖല അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ മേഖല? സബ് ട്രോപ്പിക്കൽ മേഖല നമുക്ക് നോക്കിയാലോ? നിങ്ങൾ നോക്കിക്കേ, ഒരു മിനിറ്റ്, പെന്ന് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഒരു ഏരിയ ഇത് 2 അർദ്ധഗോളത്തിലും ഉണ്ട്. ഓക്കെ, ഈ ഉത്തരാർദ്ധഗോളത്തിലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിലും ഉണ്ട്. ഓക്കെ, ഈ ഗ്രീൻ കളറിൽ വരയ്ക്കുന്ന കേട്ടോ, ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും. അതായത് നമ്മുടെ ഭൂമധ്യരേഖയുടെ മുകളിലും താഴെയുമായിട്ട് ഇരുവശങ്ങളിലായിട്ട് വരുന്ന മേഖലയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയ അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ ഒരു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുടെ പ്രത്യേകതകൾ എന്ന് നോക്കിയാലോ? നമുക്കറിയാം, ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നത് ഇത് നിങ്ങൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഇത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയ ആണ്. ഈ ഇക്വറ്റോറിയൽ
ലോ പ്രഷർ ഏരിയയുടെ പ്രത്യേകത എന്തെന്നാ ഞാൻ പറഞ്ഞു തന്നെ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയയിൽ നിന്നും എന്ത് വികസിച്ച് മുകളിലോട്ടേക്ക് ഉയരുന്നു? ചൂടുള്ള വായു. ഇവിടെ നിന്നും ചൂടുള്ള വായു എന്ത് ചെയ്യുന്നു? വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ ഉയരുന്ന വായുവിന് പിന്നെ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഉയരുന്ന വായു മുകളിലെത്തി തണുക്കും അല്ലെ? ഇവിടെ മുകളിലെത്തി തണുക്കും. ഓക്കെ, ഇങ്ങനെ മുകളിലെത്തി തണുക്കുകയും ഇതെന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ 13 ഡിഗ്രി. ഓക്കെ, നേരത്തെ ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ എന്ന് പറയുന്നത് 5 ഡിഗ്രി നോർത്തിനും 5 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ഭാഗമാണ്. ഇനി ഈ മുകളിലോട്ടേക്ക് ഉയർന്ന വായു എന്ത് ചെയ്യണു? ഇങ്ങോട്ടേക്ക് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും മുകളിൽ നമുക്ക് അറിയാം കോറിയോലിസിസ് ഫോഴ്സ് ഉണ്ട്, വിവിധ തരം ഫോഴ്സുകളുണ്ട്. വിവിധ തരം ഫോഴ്സുകളുടെ ഭാഗമായിട്ട്, റൊട്ടേഷന്റെ ഭാഗമായിട്ട് ഈ വായു എന്ത് ചെയ്യുന്നു? 30 ഡിഗ്രി, ഓക്കെ, 30 ഡിഗ്രി നോർത്തിലേക്കും അതുപോലെ തന്നെ താഴെ ഇവിടെ ഇങ്ങോട്ടേക്ക് ഉയരുന്നുണ്ടല്ലോ. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഉയരുന്ന വായു 30 ഡിഗ്രി സൗത്തിലേക്കും ഷിഫ്റ്റ് ചെയ്യണു. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ വായു മുകളിലെത്തുമ്പോ തണുക്കും അല്ലെ? വായു മുകളിലെത്തുമ്പോ തണുക്കും. ഓക്കെ, മുകളിലെത്തുമ്പോ തണുക്കുന്നു. പിന്നീട് ഈ തണുത്ത വായുവാണ് എന്ത് ചെയ്യുന്നത്? ഈ താഴെ ഭാഗത്തോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ താഴെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്ത്, ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് എന്തായി? ഈ ഒരു 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും ഈ ഒരു ഭാഗത്ത് ഇപ്പൊ എന്താ ഉള്ളത്? ഇവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്? ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലാണോ കുറവാണോ? ഇവിടെ ഇപ്പൊ ടെമ്പറേച്ചർ കുറവാണ്. താഴത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എന്താണ്? കുറവാണല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്തായിരിക്കും? ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ ഹൈ പ്രഷർ ആയിരിക്കും, ഉച്ച മർദ്ദമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മേഖലയെ എന്തെന്ന് വിളിക്കുന്നത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയ, ഹൈ പ്രഷർ ബെൽറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഉടനീളം അനുഭവപ്പെടുന്ന മർദ്ദം ഏതാണ്? ഈ ഒരു ഭാഗത്ത് ഉടനീളം അനുഭവപ്പെടുന്ന മർദ്ദം എന്ന് പറയുന്നത് ഉച്ചമർദ്ദം ആണ്. ഈ ഒരു മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അതിന് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന പേര് വന്നു, അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ത് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ അതും കൂടി ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അതായത് പണ്ടത്തെ നമ്മുടെ ചരക്ക് കപ്പലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പണ്ടത്തെ ഈ ചരക്ക് കപ്പലുകളിലൊക്കെ പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഇനമാണ് നമ്മുടെ കുതിരകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു നമ്മളിപ്പോ പഠിച്ച ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുണ്ടല്ലോ, ഈ ഒരു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാറ്റുണ്ട്, കാറ്റില്ല എന്നല്ല, അവിടെ കാറ്റുണ്ട്. പക്ഷെ അവിടുത്തെ കാറ്റ് എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള കാറ്റുകളാണ്. ഓക്കെ, ഇത്തരത്തില് വീക്കായിട്ട് കാറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ, വീക്കായിട്ടുള്ള കാറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇത്രയും കുതിരേനെയും വെച്ചുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ നല്ല സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ എത്തുമ്പോൾ ഈ കപ്പലിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി, വെയിറ്റ് കുറഞ്ഞാലേ കപ്പലിന് ഈസി ആയിട്ട് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കുതിരേനെ മൊത്തം എന്ത് ചെയ്യുമായിരുന്നു? കടലിൽ എറിയുമായിരുന്നു, കടലിലോട്ടേക്ക് എടുത്ത് എറിയുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ലാറ്റിറ്റ്യൂഡ്സിനെ അല്ലെങ്കിൽ ഈ ഒരു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയെ എന്തെന്ന് വിളിക്കുന്നത്? കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്താണെന്ന്. ഈ ഒരു ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്നതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് ഈ ഓരോ പ്രഷർ ബെൽറ്റിന്റെ ഇടയിലൂടെ എന്ത് വീശാറുണ്ട്? വിവിധ തരം കാറ്റുകൾ വീശാറുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ആദ്യം നിങ്ങൾ മർദ്ദമേഖലകൾ പഠിക്കുക. മർദ്ദമേഖല പഠിച്ചതിന് ശേഷം ഞാൻ ഇതിന്റെ ഇടയിലൂടെ വീശുന്ന കാറ്റുകൾ ഏതൊക്കെയെന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ? അത് നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്, സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്. 2 ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതാണ് നമ്മുടെ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ. എന്താണടാ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയാലോ. എന്താണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞാല് നമ്മുടെ സബ് പോളാർ റീജിയൻ. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കുന്നത് അല്ലെ? സബ് പോളാർ റീജിയൻ ആണ്. ഏകദേശം നമ്മുടെ 60 ഡിഗ്രി നോർത്തിനും 60 ഡിഗ്രി സൗത്തിനും ഇടയിൽ കിടക്കുന്ന 60 ഡിഗ്രി തെക്കും 60 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏരിയാസിനെയാണ് നമ്മൾ ഉപധ്രുവീയ മേഖല എന്ന് വിളിക്കുന്നത്. ഇവിടെ
താപനില പൊതുവെ കുറവാണ്. ഉപധ്രുവങ്ങളാണ്. ഉപധ്രുവങ്ങളിലെ താപം കുറവാണെന്ന് എല്ലാവർക്കും അറിയാം. താപം കുറവാണെങ്കിൽ ഏത് മർദ്ദമാണ് അനുഭവപ്പെടേണ്ടത്? ഏത് മർദ്ദമായിരുന്നു അനുഭവപ്പെടേണ്ടത്? താപം കുറയുമ്പം ഉച്ചമർദ്ദമാണ് അനുഭവപ്പെടേണ്ടത് അല്ലെ. പക്ഷെ നമ്മൾ ഈ മർദ്ദമേഖലയ്ക്ക് കൊടുത്ത പേര് നോക്കിക്കേ, ന്യൂനമർദ്ദ മേഖല എന്നാ കൊടുത്തത്. ഉപധ്രുവീയമല്ലേ, പിന്നെ എന്തിനു നമ്മൾ ന്യൂനമർദ്ദം എന്ന് കൊടുത്തു? നമുക്ക് ഉച്ചമർദ്ദമല്ലേ ആകേണ്ടിയിരുന്നത്? ശരിക്കും ഉച്ചമർദ്ദമായിരുന്നു ആകേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ എന്തുകൊണ്ട് ന്യൂനമർദ്ദം എന്ന് പേര് കൊടുത്തതെന്ന് ചോദിച്ചാല്, നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വായു അല്ലെ, വായു എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഭാഗത്തെ വായു വൻതോതിൽ വലിയ രീതിയിൽ തന്നെ വായു ഈ ഒരു ഭാഗത്തെ ടെമ്പറേച്ചർ വലിയ രീതിയിൽ മുകളിലോട്ടേക്ക് ഉയരുന്നുണ്ട്. അതായത് തണുത്ത വായു വലിയ രീതിയിൽ മുകളിലോട്ടേക്ക് ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ മുകളിലോട്ടേക്ക് ഉയരുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ എന്ത് അനുഭവപ്പെടുന്നത്? ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ലോ പ്രഷർ അനുഭവപ്പെടുന്നത്. പിന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു മേഖലയിൽ തണുപ്പ് കൂടുതലാണെന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഇവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടാനുള്ള റീസൺ ഇവിടുത്തെ വായു ധാരാളമായിട്ട് മുകളിലോട്ടേക്ക് ഉയരുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം എവിടെയാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പോൾസിന്റെ തൊട്ട് താഴെയായിട്ട് കിടക്കുന്ന ഭാഗം. ഞാൻ ആ ഒരു പിക്ചറിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പഠിക്കാം. ധ്രുവങ്ങൾ അറിയാലോ. ഇതൊക്കെ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് ലാറ്റിറ്റ്യൂഡ്സ് പഠിച്ചു വെക്കണം കേട്ടോ. ലാറ്റിറ്റ്യൂഡ്സ് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ, അത് കേൾക്കുന്ന ആരെങ്കിലും ലാറ്റിറ്റ്യൂഡ്സ് അറിയില്ലാത്തവരുണ്ടെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മൾ ധ്രുവങ്ങളിൽ എത്തിയില്ലേ? പോള്, 2 പോളാണ് നമ്മുടെ എർത്തിനുള്ളത് അല്ലെ, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. അപ്പം 90 ഡിഗ്രി നോർത്തിനും 90 ഡിഗ്രി സൗത്തിലും കിടക്കുന്ന പ്രഷർ ബെൽറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. നമുക്കറിയാം ഇവിടെ ടെമ്പറേച്ചർ തീരെയില്ല, അതിശൈത്യം, കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ്. സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കുറവാണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. സോ ഇവിടെ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. അപ്പം ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് നമുക്ക് ഈ ഒരു ഏരിയനെ നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ മുകളിലോട്ടേക്ക്, നമ്മുടെ ഈ ഒരു സബ്പോളാർ റീജിയനിൽ നിന്നും ഉയർന്ന വായുവൊക്കെ മുകളിലോട്ടേക്ക് ഉയരുകയും പിന്നീട് ഇവിടെ വെച്ചിട്ട് സബ്സൈഡ് താഴുകയും ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ തണുത്ത വായു ഇവിടെ വന്ന് സങ്കോചിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഉച്ചമർദ്ദം രൂപപ്പെടുന്നത്. ഇവിടെ നല്ല തണുപ്പായിരിക്കുമെന്ന്, വർഷം മുഴുവൻ കൊടും തണുപ്പായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. തണുത്ത വായു ഇവിടെ ഹൈ പ്രഷർ സൃഷ്ടിക്കുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വിവിധ മർദ്ദമേഖലകളുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇത് മാത്രമല്ല, നമ്മൾ ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ മർദ്ദമേഖലകൾക്കിടയിൽ കാറ്റുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഞാൻ. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അതായത് ഈ ഒരു മർദ്ദമേഖലയില് ഈ ഒരു മർദ്ദമേഖല എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെയൊന്നും അല്ല. ഇതിന് സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട് കേട്ടോ. ഇതിന് സ്ഥാനമാറ്റം സംഭവിക്കുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യന്റെ അയനത്തിനനുസരിച്ചിട്ട് ഇതിന് താപമാറ്റം സംഭവിക്കാറുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതായത് നമ്മുടെ ഉഷ്ണകാലങ്ങളിൽ എന്ത് സംഭവിക്കും? മർദ്ദമേഖലകൾ 5 ഡിഗ്രി തൊട്ടിട്ട് 10 ഡിഗ്രി വരെ വടക്കോട്ടും, അതുപോലെ തന്നെ വിന്റർ ആവുമ്പോൾ, ഓക്കെ, ശൈത്യകാലത്ത് 5 ഡിഗ്രി തൊട്ടിട്ട് 10 ഡിഗ്രി വരെ തെക്കോട്ടും നീങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം ഈ ഒരു ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കാലാവസ്ഥയിലൊക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഈ ഒരു കാര്യമാണ് നിങ്ങൾ അവിടെ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 2 ചോദ്യങ്ങൾ ഒരുമിച്ച് അഡ്രസ് ചെയ്യാം. ഈ ഒരു ചോദ്യവും 2 ചോദ്യം, നേരത്തെ കണ്ട ചോദ്യവും ഈ ഒരു ചോദ്യവും കൂടി നമുക്ക് കാറ്റുകളെ പറ്റി കൂടുതലായിട്ടും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അഡ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് വിവിധ തരം കാറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. കാറ്റുകളെ പല രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് സ്ഥിരവാദങ്ങൾ, അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡുകൾ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സ്ഥിരവാദങ്ങൾ എന്നൊക്കെ വിളിക്കാം. പ്ലാനറ്ററി വിൻഡുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, പ്ലാനറ്ററി വിൻഡുകൾ എന്ന് കേട്ടിട്ടുണ്ട്. രണ്ടാമതാണ് കാലികവാദങ്ങൾ, സീസണൽ വിൻഡുകൾ. ഓക്കെ, സീസണൽ വിൻഡുകൾ. അടുത്തതാണ് ലോക്കൽ വിൻഡുകൾ, അല്ലെങ്കിൽ പ്രാദേശിക വാദങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ലോക്കൽ വിൻഡ്സ് ഒക്കെ. അടുത്തത് അസ്ഥിരവാദങ്ങൾ. ഓക്കെ, അസ്ഥിരവാദങ്ങൾ. ഇങ്ങനെയാണ് പലതരം കാറ്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു കാറ്റിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. സ്ഥിരവാദങ്ങളെ പറ്റി മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് സ്ഥിരവാദങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സ്ഥിരവാദങ്ങളെ നമുക്ക് ആഗോളവാദങ്ങൾ, അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. എന്താണ് ഈ സ്ഥിരവാദങ്ങൾ എന്നറിയാമോ? നമ്മളിപ്പം
കുറേ പ്രഷർ ബെൽറ്റുകൾ പഠിച്ചില്ലേ? ഈ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ കൂടി നമ്മൾ കുറേ പ്രഷർ ബെൽറ്റ് പഠിച്ചു. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, അതുപോലെ തന്നെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ബെൽറ്റുകൾ പഠിച്ചല്ലേ? ഈ ബെൽറ്റുകൾക്കിടയിൽ കൂടി വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ബെൽറ്റുകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഇവിടെയൊക്കെ ഓരോ ബെൽറ്റുകളാണുള്ളത്. ഓക്കെ, ഓരോ ബെൽറ്റുകളാണുള്ളത്. ഈ ബെൽറ്റുകൾക്കിടയിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാറ്റുകൾ വീശുന്നുണ്ട്. ഇത്തരത്തിൽ വീശുന്ന കാറ്റുകളെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്ലാനറ്ററി വെന്റുകൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരവാദങ്ങൾ എന്ന് വിളിക്കാം, ആഗോളവാദങ്ങൾ എന്ന് വിളിക്കാം. ഈ ആഗോളവാദങ്ങൾ എപ്പോഴും എങ്ങനെ? കാറ്റുകൾ എപ്പോഴും വീശുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? കാറ്റുകൾ എപ്പോഴും ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണ് കാറ്റുകൾ വീശുക, അല്ലെ? ഈ കാറ്റുകളുടെ പ്രത്യേകത എന്താണ്? ഇത് വർഷം മുഴുവൻ വീശും. വർഷം മുഴുവൻ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക്, ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്ക് വീശും. ഓക്കെ, അത് മാത്രമല്ല, ഇത് വർഷം മുഴുവൻ എങ്ങനെ വീശുന്നത്? സെയിം ഡയറക്ഷനിലായിരിക്കും വീശുക കേട്ടോ. വർഷം മുഴുവൻ സെയിം ഡയറക്ഷനിലായിരിക്കും വീശുക. അത്തരത്തിൽ നമ്മൾ ഈ പ്ലാനറ്ററി വിൻഡുകളെ, ആഗോളവാദങ്ങളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന്, വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻഡുകൾ. രണ്ട്, പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റലീസ്. ഓക്കെ, മൂന്ന്, ധ്രുവീയവാദങ്ങൾ അല്ലെങ്കിൽ പോളാർ ഈസ്റ്റലീസ്. ഓക്കെ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ അല്ലെങ്കിൽ പോളാർ ഈസ്റ്റലീസ്. അപ്പം മൂന്ന് രീതിയിലാണ് നമുക്ക് ആഗോളവാദങ്ങൾ ഉള്ളത്, സ്ഥിരവാദങ്ങൾ ഉള്ളത്, വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് വാണിജ്യവാദം അല്ലെങ്കിൽ ട്രേഡ് വിൻഡുകൾ എന്ന് നോക്കാം. ഭയങ്കര ഈസിയാടാ. നമ്മളുണ്ടല്ലോ ആ പ്രഷർ ബെൽറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈസി ആയിട്ട് കിട്ടും. നോക്കിക്കോളൂ, നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണേ. നമ്മള് പഠിച്ചു, ഇതാണ് നമ്മുടെ ഭൂമധ്യരേഖ, അല്ലെ? ഇക്വറ്റോറിയൽ ഭൂമധ്യരേഖ. പ്രഷർ ബെൽറ്റ് എന്താണ്? ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അല്ലെ? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഈ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ 30 ഡിഗ്രി നോർത്തിൽ കിടക്കുന്നത് എന്തായിരുന്നു? ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ 30 ഡിഗ്രി നോർത്തിൽ. ഓക്കെ, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ 30 ഡിഗ്രി നോർത്തിൽ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഇവിടെയാണ്, ഇവിടെ ആയിട്ട് വരും 30 ഡിഗ്രി നോർത്ത്, അല്ലെ? ഇതാണ് 30 ഡിഗ്രി നോർത്ത്. ഏകദേശമാണ് വരയ്ക്കുന്നത്. ഇതാണ് 30 ഡിഗ്രി നോർത്ത്. ഈ 30 ഡിഗ്രി നോർത്തിൽ കിടക്കുന്ന പ്രഷർ ബെൽറ്റിനെ നമ്മൾ വിളിച്ച പേരെന്താന്ന് ഓർമ്മയുണ്ടോ? യെസ്, സബ് ട്രോപ്പിക്കൽ. സബ് ട്രോപ്പിക്കൽ എന്താണ്? എന്ത് മർദ്ദമാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയ, അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, അല്ലെ? സബ് ട്രോപ്പിക്കൽ മുകളിലും ഉണ്ട് താഴെയും ഉണ്ട്, അല്ലെ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയ അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അപ്പൊ നമ്മളിപ്പോ കണ്ടില്ലേ, രണ്ട് പ്രഷർ ബെൽറ്റുകൾ വേണ്ടി പഠിച്ചു. ഈ പ്രഷർ ബെൽറ്റുകൾക്ക് ഇടയിൽ കൂടി വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നേ? സ്ഥിരവാദങ്ങൾ എന്ന് വിളിക്കണേ, അല്ലെ? അപ്പൊ നമ്മൾ അതിൽ ആദ്യം പഠിക്കുന്ന വിൻഡ് ഏതാണ്? ട്രേഡ് വിൻഡുകളാണ്. ട്രേഡ് വിൻഡുകളാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, വിൻഡുകൾ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് വീശുന്ന കാറ്റ്? ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്ക്. ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്ക് വീശുന്നടാ. അപ്പൊ ഇതല്ലേ ഉച്ചമർദ്ദം, ഇതല്ലേ ന്യൂനമർദ്ദം. അപ്പൊ നമുക്ക് ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലോട്ട് ഈ കാറ്റിനെ വീശിപ്പിച്ച് നോക്കാം. നോക്കിക്കേ, ഉച്ചമർദ്ദം ഏതാ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ. താഴെ കിടക്കുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ. ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് കാറ്റ് വീശാം നമുക്ക്. നോക്കിക്കേ, ഇത് 30 ഡിഗ്രി ആണല്ലേ? ഇത് 30 ഡിഗ്രിയാണ്. താഴെ 5 ഡിഗ്രിയാണ്, അല്ലെ? 5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശം. അപ്പം ഈ കാറ്റ് എന്ത് ചെയ്യണു? നോക്കിക്കേ, കാറ്റ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്നും നമ്മുടെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലോട്ടേക്ക് എന്ത് ചെയ്യും? കാറ്റ് വീശും. ഓക്കെ, മുകളിൽ നിന്ന് കാറ്റ് താഴേക്ക് വീശി. ഇതല്ലേ ഉച്ചമർദ്ദത്തിൽ നിന്ന്. ഇത് ഉച്ചമർദ്ദമല്ലേ? താഴെ കിടക്കുന്ന ന്യൂനമർദ്ദമല്ലേ? അപ്പൊ നോക്കിക്കേ, ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റ് വീശി എന്ന് പറഞ്ഞതുപോലെ താഴെ നിന്നും നോക്കിക്കേ, ഇവിടെ താഴെ ഇത് ഉച്ചമർദ്ദമാണല്ലേ? ഈ ഒന്നെന്ന് എഴുതിയേക്കുന്നത് ഉച്ചമർദ്ദമാണ്, രണ്ടെന്ന് എഴുതിയേക്കുന്നത് ന്യൂനമർദ്ദമാണ്. അപ്പൊ ഈ ഉച്ചമർദ്ദത്തിൽ നിന്നും താഴെ കിടക്കുന്ന, അല്ലെ, തൊട്ടുമുകളിൽ ഭൂമധ്യരേഖന്റെ അവിടെ കിടക്കുന്ന ന്യൂനമർദ്ദത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കാറ്റ് വീശുന്നു. ഓക്കെ, മനസ്സിലായോ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും
ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയയിലേക്ക്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും നമ്മുടെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നു? നിരന്തരമായിട്ട് കാറ്റ് വീശുകയാണ്. ഇത്തരത്തിൽ നിരന്തരമായിട്ട് കാറ്റ് വീശുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ കാറ്റിനെ, ഈ ഗ്രീൻ കളറിൽ ഞാൻ വരച്ചിട്ടേക്കുന്ന കാറ്റിന്റെ പേരാണ് ട്രേഡ് വിൻഡുകൾ അഥവാ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എത്ര ഡിഗ്രിയിലാണ് വീശുന്നത്? ഭൂമധ്യരേഖാ പ്രദേശത്ത് 30° വീശുന്ന കാറ്റുകളാണ് ട്രേഡ് വിൻഡുകൾ അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി കാറ്റ് എവിടെ നിന്നാണോ വീശാൻ തുടങ്ങുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാറ്റിന് പേര് കൊടുക്കുന്നത്. കാറ്റിന്റെ ഡയറക്ഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ. നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കേ, കാറ്റിന്റെ ഈ ഒരു തുമ്പ് ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്? ഈസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അല്ലെ? നോക്കിക്കേ, ഈസ്റ്റിൽ നിന്നാണ് കാറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, കിഴക്ക് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏറ്റവും മുകളിലുള്ള ഈ കാറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഉത്തരാർദ്ധഗോളത്തിലുള്ള കാറ്റുകളെ നമുക്ക് വടക്കു കിഴക്കൻ കാറ്റുകൾ, വടക്കാണിത് ഇതല്ലേ? നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എവിടെ നിന്നാണ് കാറ്റ് വീശുന്നത്? ഇങ്ങനെയല്ലേ കാറ്റ് വീശുന്നത്? ഇതാണ് കിഴക്ക് അല്ലെ? കിഴക്കിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. ഇങ്ങനെയാണ് കാറ്റ് വീശുന്നത് അല്ലെ? ഇങ്ങനെ കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ നമുക്കിതിനെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ, വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കാം. ഇനി തെക്ക് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് തെക്ക് വരുന്നത് അല്ലെ? ഇതാണ് തെക്ക്. തെക്കിൽ എങ്ങനെയാണ് വീശിയേക്കുന്ന കാറ്റ്? ഇങ്ങനെയാണ് വീശിയേക്കുന്നത് അല്ലെ? തെക്ക് അല്ലെ? തെക്കില് സൗത്തില് ഈസ്റ്റേൺ സൈഡിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ന് വിളിക്കാം? നമുക്ക് ദക്ഷിണാർദ്ധഗോളത്തിൽ നമുക്കിതിനെ തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ ഈ കാറ്റുകൾ ഈസ്റ്റേൺ സൈഡിൽ നിന്നാണ് വീശാൻ തുടങ്ങിയേക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്, അപ്പൊ ഇതാണ് എന്തെന്ന് വിളിക്കുന്നത്? ട്രേഡ് വിൻഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലായിട്ട് ഇത് വീശുന്നു. അപ്പൊ ഇതിനെ നമുക്ക് എന്ന് വിളിക്കാം? നമുക്ക് വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് അക്ഷാംശത്തിൽ വീശുന്നതിനെയാണെങ്കിൽ നമ്മൾ അതിനെ വടക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ന് വിളിക്കും. ഇനി ദക്ഷിണാർദ്ധഗോളം ആവുമ്പോൾ തെക്കാണ്, അപ്പൊ അതിനെ നമ്മൾ ഇന്ന് വിളിക്കും തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മള് ഈ ഒരു കാറ്റിന് നമുക്ക് പല പല കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എന്തുകൊണ്ട് ഇത് ട്രേഡ് വിൻഡ് എന്ന് പേര് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ ഒരു കാറ്റുകള് ട്രേഡേഴ്സിന് വളരെ പായ്ക്കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ട്രേഡേഴ്സിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു, ഒരുപാട് സഹായകമായിരുന്ന ഒരു കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ടൊരു ദിശ, ഡയറക്ഷൻ, കോൺസ്റ്റന്റ് ആയിട്ട് ഡയറക്ഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ കാറ്റുകൾക്ക് സാധിച്ചത് കൊണ്ടാണ് ഇനി നമ്മൾ ട്രേഡ് വിൻഡുകൾ എന്നൊക്കെ വിളിക്കുന്നത്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. ഞാനത് വേറെ കളറിൽ കാണിച്ചു തരാം, നമുക്ക് ക്ലിയർ ആവും. ഈ രണ്ട് കാറ്റുകൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട് അല്ലെ? താഴെ, അതായത് മുകളിൽ നിന്ന് ഈ കാറ്റ് വരുന്നു, താഴേന്ന് ഈ കാറ്റ് വരും. ഓക്കെ, താഴേന്ന് മുകളിൽ നിന്നും ഈ കാറ്റുകൾ വന്നിട്ട് ഈ ഭൂമധ്യരേഖ, ഇതാണ് ഭൂമധ്യരേഖ, ഭൂമധ്യരേഖേന്റെ ഇവിടെ വന്നിട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട് അല്ലെ? രണ്ട് കാറ്റുകൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർജ് ചെയ്യുന്നു. കൺവേർജ് ചെയ്യുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ITCZ എന്ന് വിളിക്കാം. ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻ സോൺ അഥവാ കാറ്റിങ്ങനെ വന്ന് ഈ കൺവേർജ് ചെയ്യുന്ന മേഖലനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻ സോൺ അഥവാ ITCZ എന്ന് വിളിക്കുന്നത്. രണ്ട് അർദ്ധഗോളങ്ങൾ, ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഉത്തരാർദ്ധഗോളത്തിൽ നിന്നുമുള്ള കാറ്റ് ഭൂമധ്യരേഖയുടെ ഇരുവശത്തായിട്ട് ഇങ്ങനെ കൺവേർജ് ചെയ്യുന്നതിന് നമുക്ക് ITCZ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻ സോൺ എന്ന് വിളിക്കാം. സൂര്യന്റെ അയനത്തിനനുസരിച്ചിട്ട് ഈ ITCZ എന്തുണ്ടാവാറുണ്ട്? സ്ഥാനമാറ്റം ഉണ്ടാവാറുണ്ടെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ITCZ എന്ന് വിളിക്കുന്നത്. ITCZ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ഡോൾഡ്രംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിർവാത മേഖല എന്ന് വിളിക്കുന്നത്. ഈ ഒരു കാറ്റ്, ഈ ഒരു വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത് വർഷം മുഴുവൻ ഒരേ ദിശയിലേക്ക് വീശുന്ന കാറ്റുകളാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു കാറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാറ്റ് വീശുന്ന സമയങ്ങളിൽ നമ്മുടെ ഓഷ്യൻസിൽ നിന്നും, സമുദ്രങ്ങളിൽ നിന്നും നീരാവിയൊക്കെ വഹിച്ചുകൊണ്ടാണ് ഈ കാറ്റുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാറ്റുകൾ നമ്മുടെ വൻകരകളുടെ കിഴക്ക് ഭാഗത്ത് എന്ത് പെയ്യിപ്പിക്കുന്നുണ്ട്? മഴ പെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ നീരാവി, ചൂടുള്ള നീരാവി വഹിച്ചുകൊണ്ട് വരുന്ന ഈ കാറ്റുകൾ വൻകരകളുടെ, കോണ്ടിനെന്റ്സിന്റെ ഈസ്റ്റേൺ സൈഡിൽ മഴ പെയ്യിക്കുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈസ്റ്റേൺ സൈഡിൽ മഴ പെയ്യിക്കുന്നു, വെസ്റ്റേൺ സൈഡിൽ എന്ത് സംഭവിക്കുന്നു? പടിഞ്ഞാറോട്ടേക്ക് പോകും തോറും ഈ ഒരു വായുവില്, ഈ ഇതിൽ പോകുന്ന ഈ ഒരു കാറ്റിൽ വരുന്ന എയറിൽ നീരാവിയുടെ ഈർപ്പം നഷ്ടപ്പെടും.
ഈർപ്പം നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കോണ്ടിനെന്റ്സിന്റെ പടിഞ്ഞാറൻ സൈഡിൽ എന്ത് ലഭിക്കില്ല? മഴ ലഭിക്കില്ല. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഉഷ്ണമേഖലാ മരുഭൂമികൾ എവിടെയായിട്ട് കാണുന്നത്? കോണ്ടിനെന്റ്സിന്റെ പടിഞ്ഞാറ്. നിങ്ങൾ പ്രധാനപ്പെട്ട മരുഭൂമികളെല്ലാം എടുത്തു നോക്കിക്കോ. പ്രധാനപ്പെട്ട മരുഭൂമികളെല്ലാം എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒരു കോണ്ടിനെന്റിന്റെ പടിഞ്ഞാറൻ സൈഡിൽ, വെസ്റ്റേൺ സൈഡിലായിരിക്കും ഈ ഒരു ഇത്തരത്തിലുള്ള ഉഷ്ണമേഖലാ മരുഭൂമികൾ കൂടുതലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ ഒരു റീസൺ ആണ് ഈ ട്രേഡ് വിൻഡുകൾ ഈർപ്പം വഹിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പ്ലാനറ്ററി വിൻഡുകളെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പ്ലാനറ്ററി വിൻഡിന്റെ അതായത് സ്ഥിരവാദങ്ങളുടെ അടുത്ത കാറ്റുകൾ നോക്കാം. അതാണ് പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റലീസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെസ്റ്റലീസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളിപ്പം എന്തൊക്കെയാ പഠിച്ചത്? നമ്മളിപ്പം ആദ്യം ഭൂമധ്യരേഖ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ പറ്റി പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചു ഇവിടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഓക്കെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല പഠിച്ചു. ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ ഇനി നോക്കണ്ട. ഇവിടെ വീശുന്ന കാറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? ട്രേഡ് വിൻഡുകൾ എന്ന് പറയുന്നു. ഈ ഒരു സെക്ഷൻ നോക്കണ്ട. ഇനി നമുക്ക് ബാക്കി സെക്ഷൻ നോക്കാം. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ഇതിന്റെ മുകളിലായിട്ട് ഇതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഇതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുടെ മുകളിലായിട്ട് ഉള്ള മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? ഉപധ്രുവീയ എന്ത് മേഖല? ന്യൂനമർദ്ദ മേഖല. മുകളിലും താഴെയുമായിട്ട് എന്തുണ്ട്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയുണ്ട്. ഓക്കെ, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയുണ്ട്. എപ്പോഴും കാറ്റ് എവിടെ നിന്നും എങ്ങോട്ടേക്ക് വീശും? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് വീശും, അല്ലെങ്കിൽ ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്ക് വീശും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമ്മുടെ ഈ ഒരു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് പെണ്ണ് കാണുന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുന്നു. ഇവിടെ നിന്നും ഇയാളുടെ അടുത്തോട്ടേക്ക് ഈ ഒരു ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലോട്ടേക്കാണ് കാറ്റ് വീശുന്നത്. സോ ഇവിടെ നിന്ന് നമ്മുടെ കാറ്റുകൾ ഇങ്ങനെ വീശും. ഓക്കെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മുകളിലോട്ടേക്ക്, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് മുകളിലോട്ടേക്ക് വീശുന്നു എന്ന് പറഞ്ഞ പോലെ താഴേക്ക് നോക്കിയേ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് എന്ത് വീശുന്നു? കാറ്റ് വീശുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേടാ, കാറ്റ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, കാറ്റ് നമ്മൾ ഇങ്ങനെയല്ലേ വീശിപ്പിക്കുന്നത്. അപ്പൊ കാറ്റിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ അറ്റത്തിനെയാണ് കാറ്റിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കാറ്റ് എവിടെ നിന്നാണോ വീശാൻ തുടങ്ങുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ കാറ്റിന് പേര് കൊടുക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഈസ്റ്റേൺ സൈഡിൽ നിന്നാണോ വെസ്റ്റേൺ സൈഡിൽ നിന്നാണോ കാറ്റ് വീശാൻ തുടങ്ങിയിരിക്കുന്നത്? യെസ്, വെസ്റ്റേൺ സൈഡിൽ നിന്നാണല്ലേ. അപ്പൊ അത് എന്തായിരിക്കും? വെസ്റ്റലീസ് ആയിരിക്കും, പശ്ചിമവാദങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരം വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ കാറ്റിന്റെ ദിശ എന്ന് പറയുന്നത് ഏറെക്കുറെ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? പടിഞ്ഞാറ് നിന്നായതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് ഉത്തരാർദ്ധഗോളത്തിൽ, നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഇത് കാറ്റിന്റെ വടക്ക് കിഴക്ക് ദിശയിലേക്കും, ദക്ഷിണാർദ്ധഗോളത്തിലേക്കാണെങ്കിൽ തെക്ക് കിഴക്കൻ ദിശയിലേക്കുമാണ് ഇത് വീശുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനമുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചൊരു സാധനമില്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സിനെ പഠിച്ചില്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയാണ് കൂടുതൽ? നോർത്തേൺ ഹെമിസ്ഫിയറിലാണോ സദേൺ ഹെമിസ്ഫിയറിലാണോ? ഫ്രിക്ഷൻ, അതായത് ഫ്രിക്ഷൻ കുറവുള്ളത് എവിടെയാ? ഫ്രിക്ഷൻ കുറവുള്ളത് സദേൺ ഹെമിസ്ഫിയറിലാണ് അല്ലെ. സദേൺ ഹെമിസ്ഫിയറിൽ ഫ്രിക്ഷൻ കുറവാണ്. അതുകൊണ്ട് എവിടെയാ കാറ്റ് കൂടുതലായിട്ട് വീശുക? സദേൺ ഹെമിസ്ഫിയറിലാണ് കാറ്റ് ഭയങ്കര സ്പീഡിൽ വീശുക. എന്ന് പറഞ്ഞതുപോലെ ഈ വെസ്റ്റലീസ് എവിടെയായിരിക്കും സ്പീഡ് കൂടുതൽ ഉണ്ടാവുക? വെസ്റ്റലീസിന് യെസ്, സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും, ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും വെസ്റ്റലീസിന് എന്തുണ്ടാവുക? സ്പീഡ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ദക്ഷിണാർദ്ധഗോളത്തിലെ വെസ്റ്റലീസ് എന്ന് പറയുന്നത് വളരെ സ്പീഡ് കൂടുതലുള്ളതാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഈ സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റലീസിന് കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തില്
40 ഡിഗ്രി സൗത്തിൽ വീശുന്ന 40 ഡിഗ്രി സൗത്ത് അക്ഷാംശത്തിൽ വീശുന്ന വെസ്റ്റലിയാണ് എന്തെന്ന് വിളിക്കുന്നത്? റോറിംഗ് ഫോർട്ടീസ് എന്ന് വിളിക്കുന്നത്. 50 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിനെ ഫ്യൂരിയസ്, 50 ഡിഗ്രി സൗത്ത് ആണെങ്കിൽ നമ്മൾ അതിനെ ഫ്യൂരിയസ് 50s എന്ന് വിളിക്കും. ഇനി 60 ഡിഗ്രി സൗത്ത് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ഷ്രീക്കിംഗ് 60s എന്ന് വിളിക്കും. ഷ്രീക്കിംഗ് 60s എന്ന് വിളിക്കും. അപ്പൊ അതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മൾ അവസാനത്തെ പ്ലാനറ്ററി വിൻഡിലേക്ക് പോവുകയാണ്. അതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് പറയുന്നത്. അത് ഈസിയാണ് പഠിക്കാൻ. ധ്രുവീയ പൂർവ്വവാദങ്ങൾ ഈസിയാണ് പഠിക്കാൻ. ഇതാണല്ലോ ധ്രുവം അല്ലെ? അപ്പൊ ഇതാണ് ധ്രുവീയ പൂർവ്വവാദം. നമുക്ക് ധ്രുവീയ പൂർവ്വവാദം പഠിക്കാം. ഇത് ഈ ഒരു മേഖലയുടെ എന്താണ്? ധ്രുവീയ എന്ത് മർദ്ദ മേഖല? അത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ് അല്ലെ? ഈ ഒരു താഴെ എന്താണ്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലോട്ടേക്ക് കാറ്റ് വീശണം. സോ ഇവിടെ നിന്നും താഴേക്ക് കാറ്റ് വീശും. ഓക്കെ, ഇവിടെ നിന്നും താഴേക്ക് കാറ്റ് ഇങ്ങനെ വീശും. കാറ്റ് നമുക്ക് വീശിപ്പിക്കാം. ഇവിടെ നിന്നും താഴേക്ക് കാറ്റ് വീശുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിന്നും മുകളിലോട്ടേക്ക് കാറ്റ് വീശുന്നു. ഇങ്ങനെ വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ കാറ്റ് ഏത് ഡയറക്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്? ഈസ്റ്റേൺ ഡയറക്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? പോളാർ ഈസ്റ്റർലീസ് അഥവാ പൂർവ്വവാദങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ അതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കാറ്റുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മളിപ്പോ പഠിച്ചത് എന്ത് വാദങ്ങളെ പറ്റിയിട്ടാണ്? നമ്മളിപ്പോ പഠിച്ചത് പ്ലാനറ്ററി വിൻഡുകൾ അല്ലെങ്കിൽ സ്ഥിരവാദങ്ങളെ പറ്റിയിട്ടാണ്. അടുത്ത കാറ്റുകളാണ് കാലികവാദങ്ങൾ അല്ലെങ്കിൽ സീസണൽ വിൻഡ് എന്ന് പറയുന്നത്. കാലികവാദങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺസിനനുസരിച്ചിട്ട്, ഓരോ ഋതുക്കൾക്ക് അനുസരിച്ചിട്ട് ദിശയിൽ ഡയറക്ഷനിൽ ചേഞ്ച് വരുന്ന കാറ്റുകളെയാണ് നമ്മൾ കാലികവാദങ്ങൾ എന്ന് പറയുന്നത്. കാലികവാദങ്ങൾക്ക് എക്സാമ്പിൾ ആണ് മൺസൂൺ വിൻഡ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, കടൽക്കാറ്റ് തുടങ്ങിയവയൊക്കെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ 2 ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമുക്ക് ആദ്യത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുമ്പോൾ എന്താടാ ഇന്റർട്രോപ്പിക്കൽ? ITCs അതിനെ ഓൾസോ കോൾഡ് ആസ് ഡോൾഡ്രംസ് അല്ലെ? അപ്പം A4 ആണ്. A4 വരുന്ന ഓപ്ഷൻ ഏതാ? A4 വരുന്ന ബിയിൽ A4 ഇല്ല. അപ്പം ഇത് വെട്ടിക്കള, ഡി വെട്ടിക്കള. ഈ 2 എണ്ണത്തില് A4 ആണ്. സോ നമുക്ക് എയും സിയും എന്നുള്ള ഓപ്ഷനിലോട്ടേക്ക് എത്തി. അടുത്ത് നിങ്ങൾ നോക്കിക്കേ, വെസ്റ്റലീസ് ഉണ്ട്, സബ് ട്രോപ്പിക്കൽ ഹൈ ഉണ്ട്, സബ് പോളാർ ലോ ഒക്കെ കിടപ്പുണ്ട്. ഇതിന്റെ ആൻസർ ഏതാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നിങ്ങളൊന്ന് നോക്കിക്കേ. വെസ്റ്റലീസ് ഏതുമായിട്ടാണ് മാച്ച് ആയി കിടക്കുന്നത്? വെസ്റ്റലീസ് മാച്ച് ആയി കിടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ് ട്രോപ്പിക്കൽ ഹൈ എവിടെ കിടക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യാ? നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിന്റെ ആൻസർ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇത്ര ഓപ്ഷൻ 50-50 എന്ന ഓപ്ഷനിലോട്ടേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്ന അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്തൊരു ചോദ്യം ഇതാണ്. ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് പേടിച്ചു പോകും അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യം നോക്കിയാലോ? ചോദ്യം നോക്കിക്കേ. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ട്രേഡ് വിൻഡ്സ് ബ്ലോ ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ടു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അതാണ് പറയുന്നത്. ശരിയാണോ? വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ മേഖലയിലേക്കാണ് വീശുന്നത്. ശരിയാണോടാ അത് ശരിയാണോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ ചോദിച്ചിരിക്കുന്നത്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ നോക്കിക്കേ. നമ്മൾ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ അതോ ഇൻകറക്റ്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം? സി എലിമിനേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ബി എലിമിനേറ്റ് ചെയ്യാം. കാരണം അതിൽ രണ്ടിലും ഒന്നില്ല. അടുത്ത നോക്കിക്കേ. അടുത്ത നിങ്ങൾക്ക് ദ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ട്രേഡ് വിൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. വാണിജ്യവാദങ്ങൾക്ക് എക്സാമ്പിൾ ആണോ നമ്മുടെ ട്രേഡ് വിൻഡും അതുപോലെ നമ്മുടെ ലാൻഡ് ബ്രീസും സീ ബ്രീസും? കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കരക്കാറ്റും കടൽക്കാറ്റും എന്തിന് എക്സാമ്പിൾ ആണ്? സീസണൽ വിൻഡിന് എക്സാമ്പിൾ ആണ്. അത് നമ്മുടെ ഇതിന് എക്സാമ്പിൾ അല്ല അല്ലെ? ട്രേഡ് വിൻഡിന് എക്സാമ്പിൾ അല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 3 മാത്രം നോക്കിയാൽ മതി. 3 ശരിയാണോ അല്ലയോ നോക്കിയാൽ മതി. തേർഡ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്?
ട്രേഡ് വിൻസ് ബ്ലോ സ്റ്റഡിലി ഇൻ ദ സെയിം ഡയറക്ഷൻ, അങ്ങനെയാണ് പറയുന്നത് അല്ലെ. അപ്പം നമുക്ക് ഇതിന്റെ മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? വാണിജ്യവാദം ഒരേ ദിശയിൽ സ്ഥിരമായിട്ട് വീശുന്നു. കറക്റ്റ് ആണോ? വാണിജ്യവാദം ഒരേ ദിശയിൽ സ്ഥിരമായിട്ടാണോ വീശുന്നത്? യെസ്, വാണിജ്യവാദം ഒരേ ദിശയിൽ സ്ഥിരമായിട്ടാണ് വീശുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആ ഒരു തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലോട്ടേക്ക് നമ്മൾ എത്തി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 1 ഉം 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ട്രേഡ് വിൻസ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വാണിജ്യവാദങ്ങൾ വീശുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത് ഒരേ ദിശയിൽ സ്ഥിരമായിട്ട് വീശുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദ്യം എങ്ങനെയാണ് വരുന്നത്. ഈ ഒരു സെക്ഷൻ കൃത്യമായിട്ടും കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആൻസർ കൃത്യമായിട്ട് കോൺസെപ്റ്റ് അറിഞ്ഞ് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അത്രയും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലാസിന്റെ ഡ്യൂറേഷൻ വളരെ കൂടിയിട്ടുണ്ടാവും. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്ന അടുത്തൊരു ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൻഡ് ഈസ് സീസണൽ വിൻഡ് എന്നുള്ളതാണ് ചോദ്യം. സീസണൽ വിൻഡിന് എക്സാമ്പിൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ട്രേഡ് വിൻഡ് സീസണൽ വിൻഡ് ആണോ? ട്രേഡ് വിൻഡ് എന്ത് വിൻഡാണ്? പ്ലാനറ്ററി വിൻഡ് ആണ് അല്ലെ. വെസ്റ്റലീസ് എന്ത് വിൻഡാ? പ്ലാനറ്ററി വിൻഡ് ആണ്. ഈസ്റ്റലീസ് എന്ത് വിൻഡാ? പ്ലാനറ്ററി അല്ലെങ്കിൽ സ്ഥിരവാദങ്ങളാണ്. ഇനി ഇതിൽ ബാക്കിയുള്ളത് കാലികവാദം എന്ന് പറയുന്നത് ഏതാണ്? മൺസൂൺ ആണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്തത് അപ്പർ എയർ സർക്കുലേഷൻ സിസ്റ്റം, ഇന്ത്യൻ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതും നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാവുന്നതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യൻ കാലാവസ്ഥയുടെ സെക്ഷൻ വരുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ സൈക്ലോൺസ് ഉണ്ട്. അത് നമ്മൾ കാറ്റുകളുടെ കണ്ടിന്യൂഷൻ പറയുമ്പോൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രഷർ ബെൽറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ്, കുറച്ച് ഡ്രൈ ആണ്. പക്ഷെ വൺസ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഒരിക്കലും ഈ ഒരു ടോപ്പിക് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, കൃത്യമായിട്ട് പഠിച്ച് പോവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്താണ് കൂടുതലായിട്ട് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്